കില്ലടികളെ അങ്ങനെ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ വെച്ചാൽ നമ്മൾ വ്ളോഗിങ് കണ്ടിന്യൂസ്ലായി ഇടും എന്ന് പറഞ്ഞില്ല. പക്ഷേ എന്താ വെച്ചാൽ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. ഇത് സംബന്ധിച്ച് നമ്മൾ കുറേ തിരക്ക് കാര്യങ്ങളൊക്കെ പറ്റിയില്ല. ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ന്യൂ ഇയർ ആയി പുതുവർഷമായി ഇനിയെങ്കിലും വീക്കെൻഡിൽ 1 വ്ളോഗ് ഇല്ലാട എന്തായാലും ഇടും. മസ്റ്റാണ്, ഉറപ്പാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഇന്നത്തെ പരിപാടി വെച്ചാൽ ന്യൂ ഇയർ ആയി. അപ്പോൾ എല്ലാവരും ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ പുതുതായി ചെയ്യണം, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ നിർത്തണം, കുറേ കാര്യങ്ങൾ തുടങ്ങണം വേണ്ടി എല്ലാവരും ചെയ്യുന്നതാണ് ഈ പരിപാടി. എന്നാലും നമ്മൾ ഈ ലെവലിൽ കുറേ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ആ തീരുമാനിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഈ ലെവലൊക്കെ എത്തിക്കുന്നത്. എന്ന് വെച്ചാൽ അത്യാവശ്യം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി, കുറച്ച് പേര് അറിയാൻ തുടങ്ങിയത്. എന്ന് വെച്ചാൽ നമ്മളിതുപോലെ ഒരു തീരുമാനം എടുത്തിട്ട് സോ നമ്മൾ മുത്തിയുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്താണ് നമുക്ക് ചോദിക്കാം. എന്ന് വെച്ചാൽ നമ്മളിവിടെയൊക്കെ നമ്മൾ ചെയ്യുന്നതാണല്ലോ. നമ്മൾ മുത്തി അവിടെ ഉണ്ട്. മുത്തി എന്തോ നായ്ക്കുട്ടികൾക്ക് ചോറ് കൊടുത്തോണ്ടിരിക്കാന് എന്ത് കാണിക്കുന്നത്? അത് വീടിനത് അന്ന് കുഴപ്പമൊന്നുമില്ല, അങ്ങനത്തെ വീഡിയോ ഒന്നുമില്ല. കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനാണ്. വരും പിടിക്കേ അവിടെ ചെക്കൻ എന്താ ചെയ്തോണ്ടിരിക്കല്ലോ. അതെ സുഖല്ലേ? വ്ളോഗ് സുഖല്ലേ? അതാ സുഖമല്ലേന്ന് എന്ത് പറഞ്ഞ സംഭവം? ഷോട്ടറൊക്കെ ഇട്ടത് ഇതെന്റെ അല്ലേ ഇത്? വേറെ ഇല്ല. മുത്തിയിലാണ് ഷോട്ടർ കൊടുത്തു. അപ്പൊ എന്താ വെച്ചാൽ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ മുത്തി ന്യൂ ഇയർ ആയി. ന്യൂ ഇയർ എന്താ മനസ്സിലായ? പുതുവർഷമായി. ഇപ്പൊ 8-ാം തീയതിയായി. അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ 7 ദിവസമായി സംഭവം. അന്നൊക്കെ നമുക്ക് തിരക്കായിരുന്നു. അപ്പൊ ആൾക്കാർ പുതുവർഷം ആയതുകൊണ്ട് എന്താ വെച്ചാൽ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ നോക്കും. മനസ്സിലായി? പുതിയ കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കും. പുതുതായി തുടങ്ങണം പണ്ട്. അപ്പൊ മുത്തി എന്താ ഈ വർഷത്തിൽ പുതുതായി തുടങ്ങാൻ എന്താ ആഗ്രഹിക്കുന്നത്? പുതുതായി എന്തെങ്കിലും കാണണം, അല്ലെങ്കിൽ നേടണം എന്ന് ആഗ്രഹിക്കുന്നത്? നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ നമ്മള് നല്ലപോലെ പോണം. അതെ, നല്ലപോലെ പോണം. മുത്തി സംഭവിക്കില്ല. അവിടെ നായ്ക്കുട്ടിലാണ് ചോറ് കൊണ്ടിരിക്കുന്നത്, ചെക്കനത് അന്തമുണ്ട്. അപ്പൊ അതിന്റെ ബാക്കിലാണ്. അപ്പൊ എന്താ വെച്ചാൽ മുത്തി നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പൊ നല്ല രീതിക്ക് വീഡിയോ കാണണം. അങ്ങനെയല്ലേ അല്ലെ? നമ്മൾ ഈ വർഷം പൊളിക്കില്ലേ? അടിച്ചു പൊളിക്കണം. വീഡിയോ തൂക്കണം. അതെ, വീഡിയോ തൂക്കണം. ആൾക്കാരൊക്കെ ചോദിക്കണ്ട. അതാണ് എന്ത് പറഞ്ഞു വീഡിയോ ആദ്യം കത്തുന്ന പോയിട്ട് പെണ്ണുങ്ങൾ പറയും മുട്ടിയെന്ന് കുറച്ച് ദിവസമായിട്ട് കാണാൻ എന്താണ് അങ്ങനെ പറഞ്ഞ ആരാ വീഡിയോ എടുക്കണത്, പേരനാണോ എന്നൊക്കെ ചോദിച്ചു. അവന്റെ പേരനാണ്, എന്റെ കുട്ടിയാണ്. അപ്പൊ അവനാണ് മുത്തിനെയൊക്കെ നന്നായി ഇതാക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. സന്തോഷമായ? ഓ സന്തോഷമായി. അതെ. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ പുറത്തൊക്കെ പോയില്ലല്ലോ. അപ്പൊ നമ്മളെ ചോദിക്കും, എല്ലാവരും ചോദിക്കുന്നത് മുത്തിനാന്ന്. മുത്തി സുഖമല്ല കുറെ പേര് ചോദിക്കുന്നുണ്ട്. നമുക്ക് മുത്തിനെ പുറത്തൊക്കെ കൊണ്ടുപോകണമെന്നില്ല. പക്ഷെ നമ്മൾ തിരക്ക് പിടിച്ച് അവിടെ പോകുമ്പോഴാണ് പറ്റാത്തത്. പിന്നെ മുത്തി കഴിഞ്ഞ കൊല്ലം പറഞ്ഞ കാര്യം നെല്ലിയാമ്പതി പോകണം. അപ്പൊ നമ്മൾ ഈ വർഷം അതെന്തായാലും നടക്കും. നെല്ലിയാമ്പതി പോട്ടെ. കുറച്ച് തണുപ്പ് കമ്മിയൊക്കെ ഉണ്ടായില്ല, തണുപ്പത്ത് പോകാൻ പറ്റുന്ന അറിയില്ല. പിന്നെ ട്രക്കിംഗ് ഒക്കെ പറയേണ്ടില്ല. ട്രക്കിംഗ് അവിടെ നമുക്കൊക്കെ ഏർപ്പാടാക്കി കുറച്ച് നമ്മുടെ അവിടെ ഏട്ടന്മാരുന്നു. നെല്ലിയാമ്പതി കുറച്ച് ട്രക്കിംഗ് ഏട്ടന്മാർ. അവരെന്ത് നമുക്ക് ഫ്രീ ആയിട്ടൊക്കെ ചെയ്ത് തരാൻ നിങ്ങൾ വന്നോളൂ. അപ്പൊ ഞാൻ ചോദിച്ചു മുത്തിനെ കൊണ്ട് പോകാൻ പറ്റുമോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മുത്തിയൊന്നും പ്രശ്നമില്ല, നമുക്ക് സിമ്പിളായി പോയിട്ട് നമുക്ക് പറയുന്നുണ്ട്. ജീപ്പിലേക്ക് കയറി ഇരിക്കുക കുണ്ടുകുഴിക്കൂടെ ഉറപ്പാണ്? അറിയില്ല എന്തായാലും നമ്മൾ അപ്പൊ ന്യൂ ഇയർ ആയിട്ട് ഇതാണ് പിള്ളേരുടെ പരിപാടി. മുത്തി പറഞ്ഞാൽ വീഡിയോ എടുക്കണം, പൊളിക്കണം. അതാണ് മുത്തി പറയുന്നത്. നമുക്ക് അത്ര ഉള്ളിലാണ്. പക്ഷെ വീഡിയോ എടുക്കാൻ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, കണ്ടിന്യൂസ് ആയി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതാണ്, എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് ബാക്കിൽ പോകാൻ. മനസ്സിലായില്ലേ? ഫോക്കസ് ഓൺ ഗോൾസ് എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ സോ അതിനുവേണ്ടി നിങ്ങൾ പ്രയത്നിക്കുക. വൺ ഡേ അത് എത്തിപ്പെടും, ഉറപ്പാണ്. അപ്പൊ നമ്മൾ ഈ വർഷം തൊട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബില്ലേ, യൂട്യൂബ് വീഡിയോസ് ഇടണം. നമ്മൾ ആഴ്ചയിൽ ഒരെണ്ണം വെച്ച് ഇടണം. നമ്മൾ എന്തൊക്കെ വീഡിയോസ് ഇടാൻ പറ്റും? നമ്മളെന്തൊക്കെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമുക്ക് ചെയ്യണം. അതെ. അപ്പൊ അതാണ് ന്യൂ ഇയർ ആയതുകൊണ്ട് നമ്മൾ ന്യൂ ഇയർ ആയതുകൊണ്ട് ഇപ്പൊ ആഴ്ചയിൽ ഒരു വ്ളോഗ് എന്തായാലും ഇടുന്നില്ല യൂട്യൂബിൽ. കുറെ പേര് യൂട്യൂബ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആഴ്ചയിൽ ഒരു വ്ളോഗ് വെച്ച് നമ്മൾ ഇടും. അപ്പൊ അതേ പറയുന്നുള്ളത് ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഞങ്ങളുടെ എങ്ങനെയാണ് സിമ്പിൾ ആയിട്ടുള്ളത്. ബാക്കി എന്തെങ്കിലും തീരുമാനിച്ചെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് വരാം. ഓക്കെ. അപ്പൊ ന്യൂ ഇയർ ആയിട്ട് ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ഇതാണ് വരെ നമ്മുടെ വ്ളോഗ്. അപ്പൊ സോ എല്ലാവർക്കും ഒന്നുകൂടി നമ്മൾ പുതുവർഷം വെൽക്കം ചെയ്യണം. എന്താ വെച്ചാൽ 8-ാം തീയതി എന്നാലും നമ്മൾ പുതുവർഷം ഒന്നുകൂടി വെൽക്കം ചെയ്യണം. എല്ലാവർക്കും അടിപൊളിയായിരിക്കട്ടെ, എല്ലാവരും ഹാപ്പി ആയിരിക്കട്ടെ, മാക്സിമം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ക്ലൈമറ്റ് ഞങ്ങൾ പ്രശ്നമില്ല, എനിക്ക് തൊണ്ടവരെ തുടങ്ങി. പിന്നെ അതേ പറയുന്നുള്ളൂ, ഒറ്റ ജീവിതമുള്ളൂ, സന്തോഷം ജീവിക്കുക. അതേ പറഞ്ഞുള്ളൂ. അപ്പം ലവ് യു ഗൈസ്. ടാറ്റ പറയും. ടാറ്റ. അതെ.